അക്ഷയ, ഈ പാലം നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. കാരണം മുണ്ടക്കയിലെ ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ്. അവിടെ യന്ത്ര സഹായത്തോടെ മാത്രമേ കൂടുതൽ തിരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ. അത്ര വലിയ രീതിയിലാണ് ഈ മണ്ണും പാറകളും ഒക്കെ വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഇന്ന് മനുഷ്യർക്ക് സാധ്യമാകുന്ന രീതിയിലൊക്കെ അവിടെ സൈന്യമടക്കം ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് ഇറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് വരാനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പാലത്തിന്റെ നിർമ്മാണം എന്നതാണ്. താൽക്കാലിക പാലം ഇന്നലെ എമർജൻസിയായി പെട്ടെന്ന് അവിടെയുള്ള ആളിനെ ഇക്കരയ്ക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കിയതാണ്. അത് ഇന്ന് രാവിലെ ഞങ്ങളൊക്കെ ആ പാലത്തിലൂടെ കടന്നു പോയതാണ്. ആ സമയത്ത് അധികം വെള്ളമില്ലായിരുന്നു. രാവിലെ സൈന്യം എത്തുന്നതിന് മുൻപ് ആരുടെയും സഹായമില്ലാതെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിരാവിലെ മുണ്ടക്കയിലേക്ക് കടന്നത്. പിന്നീട് സൈന്യം അവിടെ എത്തിയ ആളുകളെ കടത്തിവിടാൻ അപ്പുറവും ഇപ്പുറവും നിന്ന് കടത്തിവിടുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ മുണ്ടക്കയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്ക് പാലത്തിന് മുകളിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോഴും സൈന്യത്തിന്റെ സഹായത്തോടെയാണ് തിരിച്ചു കടന്നത്. പക്ഷെ 12 മണിക്ക് ശക്തമായ ഒരു മഴ പെയ്തു മുണ്ടക്കയിലും ചൂരൽമലയിലും. ആ മഴ പെയ്തതോടുകൂടി തന്നെ പാലം മുറിച്ചു കടക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. പിന്നീട് ആ മഴയുടെ വെള്ളം മുണ്ടക്കയിൽ നിന്നൊക്കെ ഒഴുകി മലയിലേക്ക് എത്തിയതോടുകൂടി ഈ പാലത്തിന് മുകളിൽ കൂടി വെള്ളം ഒഴുകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പക്ഷേ വീണ്ടും സൈന്യം അപ്പുറത്ത് കുറേ പേരുണ്ടായിരുന്നു. കാരണം രാവിലെ 1 മണിക്കൂറൊക്കെ ക്യൂ നിന്നാണ് ആളുകൾ ആ പാലത്തിലൂടെ മറുകരയിലേക്ക് പോയത്. സന്നദ്ധ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരൊക്കെ അങ്ങോട്ട് പോയിരുന്നു. അവരൊക്കെ തിരിച്ചെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെ ഇപ്പോൾ ആ പാലത്തിലൂടെ തന്നെ സുരക്ഷയൊരുക്കി കടത്തുകയാണ് സൈന്യം ചെയ്യുന്നത്. എന്താണെങ്കിലും ദൗത്യം എത്ര ദുഷ്കരമാണെങ്കിലും ദൗത്യം മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. കാരണം മുണ്ടക്കയിലെ അവസ്ഥ ഇന്നാണ് നമ്മളൊക്കെ കണ്ടത്. ഇന്നാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കും നമ്മൾ കാണിച്ചു കൊടുത്തതെന്ന്. മുണ്ടക്കയിൽ നിന്ന് ഇന്നാണ് അവിടുത്തെ ഒരു ഭീകരതയുടെ ദൃശ്യം നമുക്ക് പൂർണ്ണമായും ലഭിച്ചത്. അതുകൊണ്ട് അങ്ങോട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ട്. അവിടേക്ക് വാഹനങ്ങൾ എത്തേണ്ടതുണ്ട്, യന്ത്രങ്ങൾ എത്തേണ്ടതുണ്ട്. ആ പാലം നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കിയേ പറ്റുകയുള്ളൂ. അതുതന്നെയാണ് ഏറ്റവും മുന്തിയ പരിഗണന അർഹിക്കുന്ന കാര്യവും. അക്ഷയ, കമൽ വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇപ്പം കമൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകേണ്ടതുണ്ട്. അതാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിൽ അത്യന്തം നിർണായകമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. അതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുനരാരംഭിക്കുന്നു പാലത്തിന്റെ നിർമ്മാണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ചൂരൽമലയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് ബെയിലി പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. JCB ഒക്കെ വീണ്ടും എത്തിച്ചുകൊണ്ട് നിർത്തിവെച്ച നിർമ്മാണം പുനരാരംഭിക്കുന്നു. മറ്റൊരിടത്ത് താൽക്കാലിക പാലം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അതിന്റെ പകുതി മുങ്ങിപ്പോയിരിക്കുകയാണ്. അതൊരു വടം വെച്ച് കെട്ടി ഉയർത്തിക്കൊണ്ട് അതിലൂടെ അക്കരെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ, മറ്റാളുകൾ, സന്നദ്ധ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവരെ ഇങ്ങോട്ട് എത്തിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇതാ കയർ മാർഗം വഴി മൃതദേഹം ഇക്കരയ്ക്ക് എത്തിക്കുന്ന കാഴ്ച കൂടി, വേദനിപ്പിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് സാധ്യമാവുന്നൊക്കെ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോഴും പ്രകൃതി നമ്മളോട് ഒരു കനിവും കാണിക്കുന്നില്ല. മഴ ശക്തമായി പെയ്യുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്നത്. അതിശക്തമായി മഴ പെയ്യുന്നുണ്ട്. പുഴയുടെ ഒഴുക്കിലും ഒരു കുറവും സംഭവിക്കുന്നില്ല. കുത്തി ഒഴുകുകയാണ് പുഴ. മരണസംഖ്യ 222 ഉയർന്നിരിക്കുന്നു.